ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. പുനർജനി കേസ് അട്ടിമറിച്ച സർക്കാർ. FCRA നിയമത്തിന്റെ ലംഘനം ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന കേസ് അവസാനിപ്പിക്കാനാണ് തീരുമാനം. VD സതീഷിനെതിരെ തെളിവുകളില്ല എന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ VD സതീശൻ പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു പുനർജനി. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാമ, VD സതീഷിനെതിരെ തെളിവില്ല പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. കേസ് അപ്പാടെ അട്ടിമറിക്കുകയാണല്ലേ? രാഖി, പുനർജനി കേസിൽ വൻ അട്ടിമറിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ തന്നെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ പ്രധാനമായും പുനർജനി പദ്ധതിയിലൂടെ കോടികളുടെ ഫണ്ട് സമാഹരണം നടത്തിയെന്നായിരുന്നു ഇടത് സർക്കാർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇത് CBI അന്വേഷണത്തിന് വിടുന്നതടക്കം സർക്കാരിൻ്റെ പരിഗണനയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയും UDF സർക്കാർ അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ഈ അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ VD സതീശനെതിരായി നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകളില്ല എന്നുകൂടി ആഭ്യന്തര വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ അല്പസമയം മുമ്പേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് ഈ വാക്കുകളായിരുന്നു. അതായത് വിജിലൻസ് ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ റിപ്പോർട്ടിൽ VD സതീശനെതിരെ തെളിവില്ല, അതിനാൽ തന്നെ യാതൊരു കഴമ്പുമില്ല എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് ക്ലീൻ ചിറ്റ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നുമാണ് രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുകയും ചെയ്തത്. എന്തായാലും മുൻ സർക്കാർ CBI അന്വേഷണത്തിന് വിടാൻ തന്നെ ഇരുന്നപ്പോഴാണ് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരികയും ചെയ്ത് സർക്കാർ മാറുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്ത് തൊട്ടു പിന്നാലെ വന്ന ആഭ്യന്തര വകുപ്പും ഈ റിപ്പോർട്ടിൽ വിജിലൻസിനോട് തുടർ നടപടികൾ ആരായുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ വിജിലൻസ് ഡയറക്ടർ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കം അല്ലെന്നുകൂടിയാണ് നിലവിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും മുൻ സർക്കാർ നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെതിരെ നിലവിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ലംഘനമടക്കം കണ്ടെത്തിക്കൊണ്ട് തന്നെയായിരുന്നു അന്നത്തെ വിജിലൻസ് ഡയറക്ടർ സർക്കാരിന്, ഇടത് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. എന്നാൽ റിപ്പോർട്ട് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോഴേക്കും അത് വൻ അട്ടിമറിയോടുകൂടി തന്നെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടാണ് VD സതീശനെ പുനർജനി പദ്ധതിയിൽ യാതൊരു തെളിവുമില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഇപ്പോൾ കുറ്റമുക്തനാക്കിയിരിക്കുന്നത്. രാഖി, എന്തായാലും പുതിയ സർക്കാർ അധികാരത്തിലേറുന്നു. ഈ സമയം ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന രമേശ് ചെന്നിത്തല പൂർണ്ണമായി ഒരു സംരക്ഷണ കവചം ഒരുക്കുകയാണ് ഈ മുഖ്യമന്ത്രി VD സതീശന് എന്നുള്ള കാര്യമാണ്. അതായത് ശ്യാം തുടരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്യാം, അതായത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് സമാഹരണം നടന്നിരുന്നതാണ്. ഈ വിഷയത്തിൽ CBI അടക്കം അന്വേഷണം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. പക്ഷേ ഈ ഒരൊറ്റ പ്രതികരണത്തോടുകൂടി VD സതീശന് പൂർണ്ണമായും ഒരു ക്ലീൻ ചീറ്റ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനല്ലേ? രാഖി, പൂർണ്ണമായും VD സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്ന നടപടി തന്നെയാണ് UDF സർക്കാർ അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോൾ തന്നെ ആദ്യമായി ആഭ്യന്തര വകുപ്പ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാൻ കഴിയും, മുന്നിടത് സർക്കാർ ഇരുന്ന സമയത്തെല്ലാം തന്നെ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഈ ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലായിരുന്നു. പിന്നീട് വിദേശ നാണ്യ വിനിമയ ചട്ടം അടക്കം ലംഘിച്ചെന്നുള്ള വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് കൂടി ഈ ശുപാർശയുടെ കൂടി അടിസ്ഥാനത്തിൽ CBI അന്വേഷണത്തിന് വിട്ടുകൊണ്ടുള്ള നീക്കം നടക്കുന്നതിനിടയിലായിരുന്നു നിലവിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തത്. തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു നീക്കം നടത്തുകയും ചെയ്തത്. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതും ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു നീക്കമാണോ ഈ ക്ലീൻ ചിറ്റ് നൽകാനുള്ള കാര്യത്തിൽ എന്നുള്ള ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പാടെ തള്ളിക്കൊണ്ടു ആയിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതായത് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൂടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശനെതിരെ അന്നത്തെ ഇടത് സർക്കാർ എടുത്തിരുന്നത്. അതിനാൽ ഈ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴേക്കും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് നിലവിൽ പുനഃപരിശോധന നടത്തുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വിജിലൻസ് ഡയറക്ടർ പുതിയ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും പുനർജനി പദ്ധതി ഈ ഒരു കേസ് വന്നപ്പോൾ VD സതീശനായിരുന്നു പ്രതിക്കൂട്ടിൽ. ഇപ്പോൾ VD സതീശനെ പൂർണ്ണമായും സംരക്ഷിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. സതീശന് ക്ലീൻ ചിറ്റ് നൽകുകയാണ് ചെന്നിത്തല.